വൈക്കം സത്യാഗ്രഹത്തിന്റെ ചരിത്രരേഖകൾ യഥോചിതം നിരത്തി. വരും തലമുറയ്ക്ക് മുന്നിൽ സ്വാതന്ത്ര്യസമര ചരിത്രത്തിന്റെ ദീപ്തമത്തായ ഒരേട് പുനരാവിഷ്കരിക്കുകയാണ് സംസ്ഥാന പുരാരേഖാ വകുപ്പ്. സഹന സമരം കൊണ്ട് നേടിയെടുത്ത ആദ്യത്തെ ആ ഉജ്ജ്വല വിജയകഥയുടെ നേർക്കാഴ്ച ഒരുക്കിയിരിക്കുന്നത് വൈക്കം ബോട്ട് ജെട്ടിക്ക് സമീപത്തുള്ള വൈക്കം സത്യാഗ്രഹ ഗാന്ധി മ്യൂസിയത്തിലാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അവർണ വിഭാഗങ്ങൾക്ക് ക്ഷേത്രത്തിൽ മാത്രമല്ല അതിനു ചുറ്റുമുള്ള പൊതുവഴികളിൽ പോലും പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ഇത് വകവയ്ക്കാതെ വൈക്കം ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനും പ്രാർത്ഥിക്കുവാനും സംഘം ചേർന്ന് ശ്രമിച്ച 200ഓളം വരുന്ന ഈഴവ യുവാക്കളെ തിരുവിതാംകൂർ രാജാവായിരുന്ന ബാലരാമവർമ്മയുടെ കുതിരപ്പട്ടാളം ആക്രമിച്ചു. കുറച്ചുപേർ രക്ഷപ്പെട്ടോടി, ബാക്കിയുള്ളവരെ വെട്ടിക്കൊലപ്പെടുത്തി. ശവങ്ങൾ ക്ഷേത്രത്തിന് കിഴക്കുവശത്തുള്ള കുളത്തിലിട്ട് മൂടി. ഇന്ന് സ്വകാര്യ ബസ് സ്റ്റാൻഡ് നിൽക്കുന്ന സ്ഥലത്തെ അന്നത്തെ ആ കുളം ദളവാക്കുളം എന്നാണ് അറിയപ്പെടുന്നത്. വൈക്കം ക്ഷേത്ര പരിസരത്തെ പൊതുവഴികളിലേക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് അവർണ ജനവിഭാഗങ്ങൾ തുടങ്ങിവെച്ച യാതനാപൂർണമായ ഇതിഹാസ സമരത്തിന്റെ തുടക്കം തന്നെ അതിഗംഭീരമായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. മ്യൂസിയത്തിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ്. പ്രവേശന കവാടം കടന്നു ചെല്ലുമ്പോൾ തന്നെ വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച 3 ധീര സമര ഭടന്മാരുടെ പൂർണ്ണകായ പ്രതിമകൾ നമ്മെ എതിരേൽക്കും. പുലയ യുവാവായ കുഞ്ഞാപ്പിയും ഈഴവ യുവാവായ ബാഹുലേയനും നായർ യുവാവായ ഗോവിന്ദപ്പണിക്കരുടെയും പ്രതിമകളാണവ. 1924 മാർച്ച് മാസം 30-ാം തീയതി അവരാണ് വിലക്ക് ലംഘിച്ച് ആദ്യമായി ക്ഷേത്രനിരത്തിലൂടെ നടന്ന് തീണ്ടൽപ്പലകയ്ക്ക് അരികിലെത്തി അറസ്റ്റ് വരിച്ച ആദ്യത്തെ സമരനായകന്മാർ. പിന്നീട് 600-ലധികം ദിവസം നീണ്ടുനിന്ന വൈക്കം സത്യാഗ്രഹത്തിലേക്ക് സാഗൂതം സന്ദർശകർക്ക് നടന്നു തുടങ്ങാം. തിരുനെൽവേലിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത TK മാധവൻ കേരളത്തിലെ അവർണർ നേരിടുന്ന തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ഗാന്ധിജിയോട് സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു. ഗാന്ധിജിയുടെ ഇടപെടൽ ഒരു ഐത്തോച്ചാടന സമിതി രൂപീകരിക്കുവാൻ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയെ പ്രേരിപ്പിച്ചു. 1924 ഫെബ്രുവരിയിൽ ഐത്തോച്ചാടന സമിതിയുടെ നേതൃത്വത്തിൽ വൈക്കത്ത് പ്രചാരണം തുടങ്ങി. സമാധാനപരമായ അഭ്യർത്ഥനകൾ നിരസിക്കപ്പെട്ടതോടെ ഐത്തോച്ചാടന സമിതി മറ്റു സമരമുറകൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു. ആദ്യത്തേത് വിഭിന്ന ജാതിയിൽപ്പെട്ട 3 പേർ വീതം ദിവസവും വിലക്കുള്ള വഴിയെ നടക്കുക എന്നതായിരുന്നു. ആദ്യ ദിവസത്തെ 3 പേരായിരുന്നു കുഞ്ഞാപ്പിയും ബാഹുലേയനും ഗോവിന്ദപ്പണിക്കരും. ആ മൂവരെയും അറസ്റ്റ് ചെയ്യുകയും ജയിൽ ശിക്ഷ നൽകുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് വൈകുന്നേരം പ്രതിഷേധ യോഗം നടത്തി. എല്ലാ ദിവസവും ഇപ്രകാരം ആവർത്തിച്ചു പോന്നു. AK പിള്ളയുടെ അറസ്റ്റിനെ തുടർന്ന് ബാരിസ്റ്റർ ജോർജ് ജോസഫ് സത്യാഗ്രഹ നേതൃത്വം ഏറ്റെടുത്തെങ്കിലും ഗാന്ധിജി അതിൽ അസംതൃപ്തി രേഖപ്പെടുത്തി. ഐത്തോച്ചാടനം ഹിന്ദു സമൂഹത്തിന്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് അത് അവർക്ക് വിട്ടുകൊടുക്കാനായിരുന്നു ഗാന്ധിജി നിർദ്ദേശിച്ചത്. പിന്നീട് സത്യാഗ്രഹികളെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം ബാരിക്കേഡുകൾ കെട്ടി നിരോധിത വഴിയിൽ പ്രവേശിപ്പിക്കുന്നത് തടഞ്ഞു തുടങ്ങിയതോടെ സമരാനുകൂലികൾ നിരാഹാര സമരം തുടങ്ങി. പിന്നീടങ്ങോട്ട് സർക്കാർ മർദ്ദനമുറയാണ് സ്വീകരിച്ചത്. വൈക്കം സത്യാഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ അഖിലേന്ത്യാ ശ്രദ്ധ പിടിച്ചുപറ്റി. വിനോബ ഭാവെ, സ്വാമി ശ്രദ്ധാനന്ദ, അയ്യാ വൈകുണ്ഠ സ്വാമികൾ, വടക്കേ ഇന്ത്യയിൽ നിന്നുമെത്തിയ സിഖ് മതസ്ഥരൊക്കെ ഈ സത്യാഗ്രഹത്തിൽ അണിചേർന്നു.
സത്യാഗ്രഹികൾക്ക് കൊടിയ മർദ്ദനമാണ് സവർണനിൽ നിന്നും സർക്കാരിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നത്. ആമചാടിത്തേവൻ എന്ന ആമയാടിത്തേവൻ വൈക്കം സത്യാഗ്രഹത്തിൽ ആദ്യാവസാനം വരെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. സവർണർ ചുണ്ണാമ്പിൽ മുക്കിയ കൊലഞ്ഞീൻ കുടഞ്ഞ് ആമയാടിത്തേവനെ അന്ധനാക്കി. പ്രതികൂല കാലാവസ്ഥയിലും സത്യാഗ്രഹം തുറന്ന രാമൻ ഇളയതിൻ്റെ കണ്ണുകളിൽ ബലാത്കാരമായി ചുണ്ണാമ്പെഴുതിയാണ് അദ്ദേഹത്തിനെ അന്ധനാക്കിയത്. ഒടുവിൽ 1924 ഫെബ്രുവരിയിൽ പുറപ്പെടുവിച്ച നിരോധനാജ്ഞ പിൻവലിക്കാമെന്ന് സർക്കാരും സത്യാഗ്രഹം അവസാനിപ്പിക്കാമെന്ന് ഗാന്ധിജിയും സമ്മതിച്ചു. 1925 ഒക്ടോബർ മാസം 8-ാം തീയതി സത്യാഗ്രഹം പിൻവലിക്കാൻ ഗാന്ധിജി നിർദ്ദേശം നൽകി. എന്നാൽ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പാലിക്കാതെ വന്നതിനാൽ സമരം അടുത്ത മാസമാണ് അവസാനിച്ചത്. പുരാരേഖകളിലൂടെ വൈക്കം സത്യാഗ്രഹത്തിന്റെ യഥാർത്ഥ ചരിത്രം പൊതുജനത്തിനും വരും തലമുറയ്ക്കും തുറന്നു കാട്ടുകയാണ് വൈക്കം സത്യാഗ്രഹ ഗാന്ധി. ഗാന്ധിജിയുടെ സഹന സമരം പരിപൂർണ വിജയം നേടാൻ ഉപകരിക്കുന്ന സമരമാർഗമാണെന്ന് പരീക്ഷിച്ചു തെളിയിച്ച സമരം കൂടിയായി മാറിയ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഓരോ മുഹൂർത്തങ്ങളും പുതുതലമുറ കണ്ടറിയേണ്ടത് തന്നെയാണ്.